ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം 2020-ൽ കൂറ്റൻ വിജയലക്ഷ്യം പടുത്തുയർത്തി ഇന്ത്യ. യുവതാരം തിലക് വർമ്മയുടെ സെഞ്ചുറി കരുത്തിൽ 220 റൺസാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചത്. 51 പന്തിലാണ് തിലക് വർമ്മ 100-ലെത്തിയത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ കന്നി സെഞ്ചുറിയാണ് തിലക് വർമ്മ സ്വന്തമാക്കിയത്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ജോയ്മോൻ ജോസ് ആണ് ചേരുന്നത്. ജോയ്മോൻ, ഏത് രീതിയിലായിരുന്നു മത്സരം? തിലക് വർമ്മയുടെ നേട്ടത്തെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? സ്വാതി, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ടെസ്റ്റിൽ തകർപ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ഇന്ത്യ. അതായത് രണ്ടാം മത്സരത്തിലേറ്റ തോൽവിയിൽ നിന്ന് ഇന്ന് വൻ വിജയലക്ഷ്യമാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് യുവതാരം തിലക് വർമ്മയുടെ സെഞ്ചുറി കരുത്തിൽ 220 റൺസാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ കന്നി സെഞ്ചുറി തിലക് വർമ്മ സ്വന്തമാക്കി. 51 പന്തിലാണ് താരം 100-ലെത്തിയത്. അതായത് നേരത്തെ 32 പന്തിൽ തിലക് വർമ്മ അർദ്ധ സെഞ്ചുറി തികച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് വേണ്ടി വന്നവർ 19 പന്തിലാണ് താരം 100-ലെത്തിയത്. ആ 100-ലെത്തിയപ്പോൾ തന്നെ ആകട്ടെ 7 സിക്സറുകളും അതുപോലെ തന്നെ 8 ബൗണ്ടറികളുമാണ് താരം അതിർത്തി കടത്തിയത്. അതായത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയെ പതറിയാണ് തുടങ്ങിയത്. അതായത് മിന്നും പ്രകടനം പ്രതീക്ഷിച്ച ആരാധകരെ നിരാശരാക്കി മലയാളി താരം സഞ്ജു സാംസൺ വീണ്ടും സംപൂജ്യനായി മടങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. എന്നാൽ രണ്ടാം വിക്കറ്റിലാണ് ഇന്ത്യയെ കരകയറ്റിയത്. അതായത് അഭിഷേക് ശർമ്മ 25 പന്തിൽ വെടിക്കെട്ട് 50-യുമായി കളം നിറഞ്ഞപ്പോൾ പിന്നാലെ അഭിഷേക് ശർമ്മയെ പുറത്താക്കിയ കേശവ് മഹാരാജ് ദക്ഷിണാഫ്രിക്കയ്ക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും അധികം വൈകാതെ തന്നെ ഒരറ്റത്ത് നിന്ന് അടിച്ചു തകർത്ത തിലക് വർമ്മയാണ് ഇന്ത്യയെ മിക്സ്ഡ് സ്കോറിലേക്ക് പടുത്തുയർത്തിയത്. അതായത് പിന്നെ അവസാന ഓവറുകളിൽ അരങ്ങേറ്റ താരം രമൺദീപ് സിംഗും ഇന്ത്യക്കായി തിളങ്ങി. അതായത് 6 പന്തുകൾ 15 റൺസാണ് താരം സ്വന്തമാക്കിയത്. അത് പരമ്പരയിൽ ഇപ്പോൾ മൂന്നാം മത്സരമാണ് ഇന്ന് നടക്കുന്നത്. അത് ഓരോ മത്സരം വീതം 2 ടീമും ജയിച്ചപ്പോൾ ഇന്നത്തെ മത്സര ഫലത്തെ ആശ്രയിച്ചിരിക്കും പരമ്പര ആര് സ്വന്തമാക്കുമെന്ന് തന്നെ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം ജയിക്കാനാണ് ഇരു ടീമും ഇറങ്ങുക. രണ്ടാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക എറിഞ്ഞിടാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. സ്വാതി. ശരി ജോയ്മോൻ.